ഹായ് കൂട്ടുകാരെ, കണ്ടില്ലേ നല്ല അടിപൊളി മോപ്പ്. ഊരവേദന ഉള്ളവർക്കും കുനിയാൻ മടിയുള്ളവർക്കും ഒക്കെ നീളത്തിൽ നമുക്കൊരു സൂപ്പർ മോപ്പ് ഉണ്ടാക്കാം. ഇത് ഈ മോപ്പ് കൊണ്ടുണ്ടല്ലോ എന്തൊരു സുഖാന്നറിയോ. മുടി വരെ അങ്ങ് കിട്ടും. മുടിയും ചളിയും എന്തുണ്ടെങ്കിലും ഇതിൽ ഇങ്ങ് പോരും. നല്ല സൂപ്പറായിട്ട് ഒരേരിയ മൊത്തം ഇങ്ങോട്ട് കവർ ചെയ്യും ഒരൊറ്റ വീശലിന്. ഇത് ഞാനുണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവട്ടോ. ഒരു മോപ്പിന് ഇത്ര പൈസ കൊടുക്കണം, ഇത് വർഷങ്ങളോളം നിൽക്കും. ഞാൻ ഇതുവരെ ഇങ്ങനെ തന്നെ, ഞാൻ തുടക്കലൊക്കെ ഇത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെ വീട്ടിലും ഉണ്ടാകുമല്ലോ ഇങ്ങനെ വേണ്ടാത്ത കുറേ തുണികളൊക്കെ നല്ല സൂപ്പറായിട്ട് തുടക്കുന്ന. ഇതാ എനിക്ക് മതിയാകുന്നില്ല നിങ്ങളെ കാണിച്ചിട്ട്. ഇത്ര ഏരിയ ഇങ്ങോട്ട് കവർ ചെയ്യും ഒരൊറ്റ വലിയിൽ. കണ്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവട്ടോ. നിങ്ങളെ വീട്ടിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ സാധനങ്ങളാണുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ മോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ നോക്കണം കേട്ടോ. എന്നാൽ എല്ലാവരും കണ്ടോട്ടെ. അത്രയ്ക്ക് ഈസിയാണ്. തേഞ്ഞു പോകൂല, തേയ്മാനും ഇല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇളകൂര, വെള്ളത്തിലേക്ക് ഇങ്ങനെ കലങ്ങി അങ്ങനത്തെ കേസ് കെട്ടൊന്നും ഇതിനില്ല. നല്ലോണം ലാസ്റ്റ് ചെയ്യും. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഇങ്ങനെ കുത്തനെ നിന്നാൽ മതി. ഒന്നാ വരി നമുക്ക് ഈ മോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത്, എവിടെ നിന്നൊക്കെ തുണി എനിക്ക് കിട്ടിയത്, അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വരി ആ മോപ്പ് ഉണ്ടാക്കി എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. നോക്ക്, അട്ടിക്ക് കെട്ടി വെച്ചിട്ട്. ഇതൊക്കെ പഴയ സോഫ വിരിയായത്. എൻ്റെ സോഫ പഴയത് എന്തിരുന്നറിയോ, പിന്നെ വെൽബെറ്റ് സോഫയിന്. അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ പൊടി പിടിച്ചെടുക്കും, വെള്ളമായാലും അങ്ങ് ഉള്ളോട്ട് അമർന്നു പോവും. അപ്പോൾ നമ്മൾ അതിന് വിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല അടിപൊളി നല്ല പൈസ കൊടുത്ത് വാങ്ങിയത് നല്ല ഇതായിരുന്നു. അങ്ങനെ ഞാൻ വിരിച്ചിട്ട് എന്നാൽ പിന്നെ ഇത് അലക്കിയാൽ മതിയല്ലോ. അങ്ങനെ ആയിരുന്നു കുറേ കാലം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കിത് മടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വെൽബറ്റിൻ്റെ സോഫ വേണ്ട, അത് വേറെ ആൾക്കാർക്കൊക്കെ ഞങ്ങൾ കൊടുത്ത്. എന്നിട്ട് ഞങ്ങൾ ഈ റെക്സിൻ്റെ ഇതും വാങ്ങി. ഇതിൻ്റെ ഗുണം എന്താണെന്നറിയോ, ഇത് നമുക്ക് മൂത്രാവൂര വെള്ളം ഒന്നും പേടിക്കണ്ട, ഒക്കെ തുടച്ചിങ്ങോട്ട് എടുക്കുക, ഉള്ളിൽ പോവുക. അപ്പോൾ ഇതെന്ത് ചെയ്തു, ബാലൻസ് വന്നു, ബാക്കി വന്നു. ഇത്രയൊന്നും അല്ലേ എനിക്ക് കുറേ ആക്കി കൊടുത്തതാണ്. അങ്ങനെ കൂടി കെട്ടി വെച്ച് ഇതൊന്നും വലിച്ചെറിയാൻ വരട്ടെ. ഇതുകൊണ്ടുള്ള റീയൂസ് നമ്മളെ ഞെട്ടിക്കുന്നത്. മോപ്പിൻ്റെ ഒരു ഗുണം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. സാധാ മോപ്പല്ല ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ. ഇത് എത്ര ഉണ്ടാക്കാമെന്നറിയോ, കണ്ടില്ലേ. അപ്പോൾ അതെനിക്ക് ഇങ്ങനെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ. ചിലർ കത്തിച്ച് കളയോ എന്തൊക്കെയോ ആക്കി തീർക്കല. അൽമാറൊന്നും അറിയൂലേ. ഇതുകൊണ്ട് ഇതായിട്ട് നല്ല ഭംഗിയാണ് സംഭവം. ചവിട്ടി ഉണ്ടാക്കുക. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ, മോപ്പ് ഉണ്ടാക്കി. നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊന്ന് പോവട്ടെ. അത് കണ്ട് നിങ്ങൾക്കും ഉണ്ടാക്കുക. നിങ്ങളെ വീട്ടിലും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. നല്ല ഭംഗിയിലുള്ള മോപ്പ് ഉണ്ടാക്കുക. ഇതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നൂലും പിന്നെ നമ്മളെ മുടി എന്തുണ്ടെങ്കിലും നല്ല മിനുസ് ഇങ്ങോട്ട് പോരും. അതിലേക്ക് ഒട്ടി പിടിച്ചിങ്ങ് പോരും. നല്ല വൃത്തി ഉണ്ടാവുന്നല്ലോ. പിന്നെ പഴയ സോഫ വെൽബറ്റിൻ്റെ സോഫയ്ക്ക് ഗുണമുണ്ട്. ഇതിന് രണ്ടിന് ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്. വെൽബറ്റിൻ്റെ അങ്ങനെ കീറൂല, അങ്ങനെ കീറിയൊന്നുമില്ല. എന്താ അങ്ങോട്ട് അലക്കിയാൽ മതി. ഈ റെക്സിൻ്റെ എന്താണെന്നറിയാം, കുട്ടികൾക്ക് അത്രയൊക്കെ വെച്ചങ്ങ് പൊട്ടിപ്പോരും. പിന്നെ ഇതിപ്പം വിരിച്ച് ഇതും നന്നാക്കണോ, ഈ വിരിച്ചതും നന്നാക്കേണ്ട ഒരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമല്ല. ഇതന്നെ അങ്ങ് തുടച്ച് മിനുസാക്കി. അപ്പം ഞാൻ പറയാം, രണ്ടിനും ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ ഇത് ഞാൻ തുടങ്ങുക കേട്ടോ. ഇനി മോപ്പ് ഉണ്ടാക്കുന്നത് എത്ര ഉണ്ടാക്കുന്നതൊക്കെ കെട്ടി വെച്ചിരുന്നു. ഇനി നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ വലിച്ചൂരി എടുക്കട്ടെ. ഇതിൽ വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. ഞാൻ എത്ര കൊല്ലം ഉപയോഗിച്ചാൽ ഇതിൽ ചളി പിടിക്കൂല കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. മറ്റേ മോപ്പില്ലേ നമ്മളെ നൂലിൻ്റെത് വേറുള്ളതൊക്കെ ഉണ്ടല്ലോ, തുണിൻ്റെതൊക്കെ ഉണ്ടല്ലോ, അതിന് ഭയങ്കര വെയിറ്റാണ്. ഇതിന് വെയിറ്റും കുറവ്, ഉപകാരം നല്ലത്. അതുകൊണ്ട് ഞാൻ 2-3 വലിച്ചിങ്ങോട്ട് എടുക്കട്ടെ. ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടു നോക്കി ഇതിൻ്റെ ഗുണങ്ങൾ. അത് കണ്ടങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യാലോ. എന്നാൽ വരി, ഒരു മോപ്പിനിപ്പം ഇത്ര മതി. ഈ ഒരു 2 പീസ്, ഈ 2 പീസ് ഞാൻ ഇനി എന്താ ചെയ്യുന്നത്, ഇനി ഈ മോപ്പ് ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ. ആരാന്ന് ഞാൻ കാണിച്ചു തരുന്നത്, എൻ്റെ ഹസ്ബൻഡ് ഒരു ടൈലറാണ്. ടൈലറുമാണ്, പോസ്റ്റ് വാഷുമാണ്, എല്ലാം ആണ്. അപ്പോൾ
പിന്നെ പണ്ട് നല്ലോണം അടിക്കും, എൻ്റെ ചുരിദാറൊക്കെ അടിക്കൂ. അപ്പം ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് നമ്മൾ മോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നെ സഹായിക്കാൻ വന്നതാണ്. ഇനി വെട്ടുന്നതും അടിക്കുന്നതും ആരാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാ വരി. എന്താ ആള് വെട്ടാൻ തുടങ്ങി, കോണൊക്കെ ശരിയാക്കുക. ഞാനും ടൈലറിങ് പഠിച്ചതാണ്, പക്ഷേ അടിക്കുന്നത് ഞാനല്ലാന്ന് മാത്രം. പണ്ട് സ്കൂളിൽ സാരി ചുരിദാറും ഇടാൻ ഒന്ന് വന്നല്ലോ, അന്നേരം എൻ്റെ സാരിയോടൊക്കെ ചുരിദാർ അടിച്ചു തന്ന ആളാണ്. ഇങ്ങനെ വെട്ടി ഇങ്ങനെ എടുക്കുക എളുപ്പമാണ്. ഇതൊക്കെ എത്ര വീട്ടിലുണ്ടാവും ഇത് മൂലയെ കടുക്കുന്നത്. ഇനി ഫുള്ള് വെട്ടിയിട്ട് കാണിച്ചു തരാൻ, വീഡിയോ നീണ്ടുപോകും. കത്രിക നല്ല മൂർച്ച വേണം ഇതിന്. നമ്മളെ വീട്ടിൽ ഒരു ടൈലർ മെഷീൻ വേണോ, തുന്നി വിട്ടതൊക്കെ അടിക്കാൻ അറിവ് വേണോ, അങ്ങനെയൊക്കെ വേണം കേട്ടോ. എല്ലാവർക്കും നല്ല സുഖം. എന്നാൽ എല്ലാം കഴിയട്ടെ. ഇതാ വെട്ടി വെട്ടി ഇവിടെ എത്തി നീളത്തിൽ. അങ്ങനെ ആ പീസിനെ ഇങ്ങനെ 1 ഇഞ്ച് ഇങ്ങനെ ഓരോ പീസാക്കി ഇങ്ങോട്ട് എടുത്ത് മൊത്തം കേട്ടോ. എന്നിട്ട് ഒരേ അളവിൽ വെക്കണം. എന്നിട്ട് അതിൻ്റെ മധ്യഭാഗം കണ്ടില്ലേ, ഇത് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടിക്കും. ഒരു പീസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് അടിക്കും. നിങ്ങൾക്ക് ആ അടിച്ച് കഴിഞ്ഞ് തിരിച്ചിടുമ്പോഴൊക്കെ മനസ്സിലാവുള്ളൂ. എന്താ ഇങ്ങനെ വെച്ചിട്ട് അടിക്കും. പിന്നെ മറിച്ചിടുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ തൂങ്ങിക്കടുക്കാൻ 1.5 അടിൻ്റെ ഉണ്ടാവും. ഞാൻ മറിച്ചിടുന്നതും അടിക്കുന്നതും ഒക്കെ കാണിച്ചു തരുമ്പോഴേ അതിന് മനസ്സിലാവുള്ളൂ. ഇപ്പം കണ്ടോ, ഓരോ പീസാക്കിയിട്ട് നാം നടുഭാഗം സെൻറ്ററിൽ വെച്ചിട്ട് ഈ തുണി കൊണ്ട് ഇങ്ങനെ അടിക്കട്ടെ കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ 2 അടിയുണ്ട്. ഇതാ ഇത്ര ആക്കിയപ്പോൾ കുറച്ച് 1/2 അടി ആക്കിയപ്പോൾ കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ അടിക്കുന്ന മെഷീൻ ജീൻസൊക്കെ അടിക്കുന്ന മെഷീനായിരിക്കണം. നമ്മളത് സാധാ ഡ്രസ്സ് അടിക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് 1/2 അടിയാക്കി ചുരുക്കി കൊണ്ടുവരണം. ഇതാ ഇങ്ങനെയുള്ളത് നമ്മളെ കയ്യിൽ വേണം കേട്ടോ. പഴയതൊക്കെ ഉണ്ടാകുമല്ലോ ഇങ്ങനത്തെ മോപ്പ് തീർന്നതൊക്കെ. ഇതിമേലാണ് ഞാൻ ഫിറ്റ് ആക്കുന്നത്. ഇനി ഞാൻ അടിക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെ അടിക്കാൻ ഒരുങ്ങി ഞങ്ങളെ മെഷീനിന് 15 കൊല്ലത്തെ പഴക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇതില്ലേ 4 പീസ് അട്ടിക്ക് വെക്കുന്ന 4 പീസ്. 4 പീസ് ജോയിൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് സ്പീഡിലങ്ങ് അടിക്കാൻ കഴിയൂല. കുറച്ചങ്ങ് യോജിപ്പിച്ച് ലാസ്റ്റ് ഇങ്ങനെ നീളത്തിലങ്ങ് അടിക്കും. അതാ അടിച്ചത് കണ്ടോ. ഇനി അത് മറിച്ചിടുന്നു. ആ ഭാഗം മറിച്ചിട്ടിട്ട് ഇനി സ്പീഡിലങ്ങ് അടിക്കുക, യോജിപ്പിച്ച്. ഇനി അങ്ങ് നീളങ്ങനെ അങ്ങ് അടിക്കുക, ഊരിപ്പോവാതിരിക്കുക. അത് തുന്നിയാലും മതി കേട്ടോ, കൈത്തുന്ന് മതി. സൂചി നൂലും മെഷീനില്ലാത്തവർക്ക് പണിയെടുക്കുക. 2 3 അടിയൊക്കെ അടിച്ചാൽ അവിടെ ഉറച്ചവിടെ നിന്നോളൂ. ഇത് ചവിട്ടണ്ട കേട്ടോ, അത് മെഷീന് മോട്ടർ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് എളുപ്പമാണ്. ഇതാ യോജിപ്പിച്ചത് കണ്ടോ. ഇതിൻ്റെ തുണി തന്നെ അങ്ങ് എടുത്തത്, ഇതിൻ്റെ പീസ് യോജിപ്പിച്ചിതാ ഒരു കുഞ്ഞു പാവാട പോലെ ഇപ്പം നിൽക്കുന്നത്. ഇത്രയും താഴ്ച ഉണ്ടാവും. ഇത് നനയുമ്പോൾ കുറച്ച് വെയിറ്റും ഉണ്ടാവും. അപ്പം നല്ല സുഖമായിട്ട് ഇങ്ങോട്ട് തുടച്ച് പോരാ. കണ്ടില്ലേ. ഇനി ഞാൻ അത് ഇടട്ടെ. എങ്ങനെ ഇടലെന്നറിയോ. എന്താ ഈ അടിച്ചത് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇടുക. എന്താ അടുത്തത് നല്ല ഈസിയാണ്. ഇനി അങ്ങ് യോജിപ്പിച്ചാൽ മതി. ഇതാ ക്ലിപ്പിട്ട് ഇതാ കണ്ടോ, അടിപൊളി മോപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരു ചില്ലി കാശ് മുടക്കാണ്ട, വേസ്റ്റ് നമ്മൾ കെട്ടി വെച്ചത് കൊണ്ട് അടിപൊളി. ഇത് നൂലിങ്ങനെ വലിഞ്ഞു പോകുക അങ്ങനത്തെ ഒരു കേസും ഇല്ല കേട്ടോ. ഇത് നമ്മൾ വെട്ടി ഇങ്ങനെ പീസാക്കിയതല്ലേ. അത് നൂലിങ്ങോട്ട് ഊരിപ്പോകുന്ന കേസൊന്നും ഈ തുണിക്കില്ല.
എന്താ അടിപൊളി, എന്ത് രസാന്നറിയോ. എല്ലാ ഞാൻ നനച്ചാലും അറിയൂല, ഇങ്ങനെ അങ്ങോട്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ. ഇനിയിപ്പോൾ നമ്മൾ തുടക്കാത്തതാണെങ്കിൽ മേലെ ഇങ്ങനെ സോഫൻ്റെതും ഇവിടെയൊക്കെ തട്ടിയടിച്ച് വാരാൻ ഇത് നമ്മൾ ചളിയൊന്നും ഇല്ലെങ്കിൽ നല്ല സുഖമാണ്. ഇനി നിലം തുടച്ച് കഴിഞ്ഞാൽ മേലോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അല്ലെങ്കിൽ നമ്മൾ കുറേ എണ്ണം ഉണ്ടാക്കണം, ഇഷ്ടം പോലെ തുണിയില്ല ഇവിടെ. ഇതിപ്പം വീട്ടിലൊക്കെ ഉണ്ടാവും വേണ്ടാത്തത്. ഈ മോപ്പ് തേഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് അടിപടി ഇങ്ങനെ കൊളുത്തിയിടലല്ലേ ഇതിൻ്റെ കാല്. ആ കാല് ഇങ്ങോട്ട് എടുക്കുക, ഇങ്ങനത്തെ. ഇനിയിപ്പോൾ ഇതില്ലാന്ന് വെച്ചാൽ നല്ല നൈറ്റി തുണിയാണോടൊക്കെ എടുക്കുക. അങ്ങനത്തെ ഇത് പഠിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ കാണിച്ചു നിരങ്ങൾ ഇതാക്കുന്നത്. ഇപ്പം നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ വെൽബറ്റിൻ്റെ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങളെ വീട്ടിൽ ബെഡ്ഷീറ്റ് പഴയതുണ്ടാവില്ലേ, അത് കമ്പിളി പുതപ്പ് പഴയതുണ്ടാവില്ലേ, ബെഡ്ഷീറ്റ് കമ്പിളി പുതപ്പ് നൈറ്റിൻ്റെ ഒക്കെ എടുത്തിട്ട് ഇനി കത്രികയില്ലയെന്ന് വിചാരിക്കുക. എന്നാലും നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ കുറേ പീസ് അളന്നെടുക്കുകയൊന്നും വേണ്ടത്, തുടക്കുന്ന സംഭവങ്ങളാണ്. കുറേ പീസ് ഇങ്ങനെ ആക്കിയായിട്ട് ഇങ്ങനത്തെ മോപ്പ് ചാടിക്കെടുക്കുന്നത് പുറത്തുണ്ടാവും. അതിലേക്ക് നമ്മൾ തുന്നിയാൽ മതി. സൂചി നൂല് 5 രൂപേൻ്റെ സൂചി കിട്ടിയാൽ കുറച്ച് വലിയ സൂചിയാണ്, തുന്നിയിട്ട് ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി. ഞാൻ അടിക്കുന്നതിൽ ഇങ്ങനെ അട്ടിക്ക് വെക്കുന്നതൊക്കെ കാണിച്ചു തന്നില്ല, അത് തുന്നി പിടിപ്പിച്ചാലും മതി. എന്നാലും നമുക്ക് പൈസ ലാഭിച്ചൂടെ. ഇത് നോക്ക്, ഞാൻ ഇപ്പം അടുത്ത് വാങ്ങിയതാണ്. തുടച്ചിട്ട് ഇതാ തേയ്മാനം സംഭവിച്ച് വെയിറ്റ് കുറഞ്ഞ് നമുക്കിത് സുഖം കിട്ടൂല. തേയ്മാനം ഇത് ഒരു ക്ലിപ്പ്, ആ ക്ലിപ്പ് ഇങ്ങോട്ടിട്ടാൽ എല്ലാവർക്കും കഴിയൂല, അങ്ങനൊന്നും പോകൂല. അത് ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ഊരിപ്പോവില്ല. പിന്നെ ഇത് കളറ് പോകൂല. ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് ചിലതൊക്കെ ഒരു കളറ് പോവും. അതിൽ ബക്കറ്റിലൊക്കെ ചളിവെള്ളം പോലെ ഉണ്ടാവും. അങ്ങനത്തെ അത് കീറിപ്പോവാത്ത ഉറപ്പുള്ള മോപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ തുടച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ അലക്കുന്നതൊക്കെ സ്ഥലം അത് കേട്ടോ. ഇത് അതിനുള്ള സംഭവങ്ങളാണ്. ഇത് നനച്ചാൽ കുറച്ച് വെയിറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് സുഖമാണ്. നനച്ച് കഴിഞ്ഞിട്ട് ഞാൻ തുടക്കുന്നത് കാണിച്ചു തരാം. ഏതും കിട്ടും. എത്ര ഏരിയ ഇങ്ങോട്ട് കവർ ചെയ്യുന്നറിയോ. ഇതാ സൂപ്പറാണ്. എന്നിട്ട് കഴുകിയിട്ട് വേണം തൂക്കിയിട്ടാൽ പെട്ടെന്ന് വെള്ളം വലിഞ്ഞും പോവും. എന്താ സുഖം. അത് കാല് നീളമുള്ളതാണെങ്കിൽ നിന്നുകൊണ്ട് തുടക്കാം, നല്ല സുഖം. അടിച്ച് വാരിയൊന്നും വേണ്ട, അങ്ങ് തുടച്ചിങ്ങ് എടുക്കുക. ടൈലിൽ തുടക്കാനാണ് ഏറ്റവും സുഖം. ടൈല്, മാർബോണൈറ്റ്, ഗ്രാനൈറ്റ്, അതിനൊക്കെ ഇത് രാജാവാട്ടോ. കണ്ടില്ലേ എന്ത് സുഖം. ഇത്ര ഏരിയ എത്ര പെട്ടെന്ന് തുടക്കാം നമുക്ക്. അടിപൊളി. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നിങ്ങളെ കാഴ്ച ചിലപ്പോൾ ഇത് നീട്ടം കൂടുതലല്ലേ എന്ന് വിചാരിക്കും കേട്ടോ. ഞാൻ നീട്ടം കൂട്ടിയത് ഉണ്ടാക്കിയതാണ്. കാരണം എന്താണ്, കുറേ ഏരിയ ഒറ്റത്തിന് നിങ്ങൾ പിടിച്ചിങ്ങോട്ട് എടുക്കുക. അതുകൊണ്ട് ഞാൻ കുറക്കുന്നില്ല. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ സൗകര്യം നമുക്ക് നോക്കാമല്ലോ. കുറേ നീളത്തിലങ്ങായാൽ എന്താ സുഖം. നിന്നുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് തുടച്ച് വരാൻ എനിക്ക് പൂതി മാറുന്നില്ല. ഇതാ അടിപൊളി. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ വീട് മൊത്തം തുടക്കാനൊരു 10 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ മോപ്പോണ്ട് 2 മിനിറ്റ് മതി. നല്ല സുഖം, പെട്ടെന്ന് അങ്ങ് നീങ്ങി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പണിയെടുക്കാനൊക്കെ ആൾ വരുന്ന വീടാണെങ്കിൽ അവരില്ലെങ്കിലൊന്നും പ്രയാസമല്ല കേട്ടോ. ഈസി ആയിട്ട് തുടക്കാം. തുടച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിയർപ്പൊക്കെ അല്ലേ, വിയർത്ത് ഇതാ ഒന്നുമില്ല. ആ കേസ് കെട്ടിലൊക്കെ അതപ്പില്ല, ക്ഷീണമല്ല, നല്ല സുഖം കേട്ടോ. ഞാൻ നിങ്ങളിങ്ങനെ പറഞ്ഞിരുന്നത് അത്രയ്ക്കും സൗകര്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൈസ മുടക്കില്ലാത്ത. ഇത് വെൽബറ്റ് തുണിയാട്ടോ. വെൽബറ്റും കോട്ടനുള്ള വ്യത്യാസം നമുക്ക് അനുഭവിക്കാം കേട്ടോ. അത്രയ്ക്കും സൗകര്യമായി ഇത്. അപ്പോൾ എൻ്റെ മോപ്പ് ഉണ്ടാക്കൽ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.